ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല സുഖമില്ല, തൊണ്ടവേദനയാണ്. പിന്നെ മോനും സുഖമുണ്ടായില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതുവഴി ഒന്ന് വാങ്ങാനുണ്ടായി. അപ്പം അവിടെയും പോയി. അപ്പോൾ ഈ പാത്രക്കടയുടെ ചെറിയ ചായപാത്രത്തിന് ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള, അതായത് പരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കി സ്പ്രിങ്സ് എന്ന് പറയുന്ന പാത്രമുണ്ട്. അവിടെ ഇലക്ട്രിക് സാധനങ്ങളുണ്ട്, പിന്നെ അത്യാവശ്യം വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ റിപ്പയറിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ പാത്രം എടുക്കുകയാണ്. അപ്പം നല്ല സപ്പോർട്ടാണ് കേട്ടോ. ചേട്ടൻ നല്ല എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ കപ്പും ടിഫിനല്ലേ കറി കൊണ്ടുവന്ന സാധനങ്ങൾ, അങ്ങനത്തെ പിന്നെ പിച്ചാത്തിയില്ല, അങ്ങനത്തെ സാധനം മേടിക്കാനുണ്ടായി. അപ്പം പിന്നെ ഓരോ സാധനത്തിൻ്റെ വില ചോദിച്ചതാണ്. ഇതൊക്കെ ചെറിയ, നിങ്ങൾ വലിയ വിലയൊന്നുമില്ല, നല്ല നമുക്ക് പറ്റുന്നത്ര രീതിയിലുള്ളതിന് ചോറ്റുപാത്രം. ഇതിനൊക്കെ സ്റ്റീല്, നല്ല സ്റ്റീലല്ലേ. അപ്പോൾ 200 ആ റേഞ്ചിലാണ്. അപ്പോൾ 3 ടിഫിൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ 2 തട്ടിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ അതൊക്കെ കാണിച്ചു. 220 ആടുണ്ടല്ലേ. പിന്നെ കറിപ്പാത്രത്തിന് 60, 100 കാണിച്ചു. വില വലിയ കൂടുതലൊന്നുമില്ല. ഞാനൊരു സ്റ്റീൽ മറ്റേ ഇതില്ലേ, അത് മേടിച്ചതിന് വില നല്ല കുറവാണ്. പിച്ചാത്തി 60-70 രൂപ മുതൽ. അതിനെത്ര വരുന്ന 100 രൂപക്കൊക്കെ നല്ല പിച്ചാത്തിയാണ് വരുന്നത്. വില അത്രയൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് അവരെല്ലാം കാണിച്ചു കേട്ടോ. നമുക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് പാത്രങ്ങളൊക്കെ വാങ്ങാനും കാണാനൊക്കെ പിന്നെ മറ്റേ ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട്. അത് സ്കൂളിലെല്ലാം കൊണ്ടുപോകാൻ അലൂമിനിയം വേണമെങ്കിൽ അലൂമിനിയം ഉണ്ട്. നമ്മളെ കുക്കിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. സ്റ്റീലുണ്ട്, കുക്കറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പം വിലയും കൂടുതലില്ല. നമുക്ക് അത്യാവശ്യം ഞാൻ ആകെ 200 സംതിങ് രൂപക്ക് 3-4 ഐറ്റംസ് വാങ്ങി. നല്ല വിലക്കുറവാണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മളെ അറിയുന്ന ആളാണ്. ചായപാത്രം, ഇത് ഒരു കുഞ്ഞ് ചായപാത്രം, ഇത് 200 രൂപ.
ചായപാത്രത്തിന് എത്ര? അത് 150 മൂടിയില്ലാകുന്നു. ആ ആ 110. പാത്രങ്ങളെല്ലാം വേണ്ടല്ലായിരുന്നു. കുപ്പിയെല്ലാം എനിക്കില്ലത്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി മോന് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. പിന്നെ നെബുലൈസേഷൻ കഴിഞ്ഞുകൊണ്ട് മെഡിക്കറിൽ പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് സമയം ആവി പിടിപ്പിക്കുന്നതാണ്. വീട്ടിൽ വന്നിട്ട് കത്തിയൊക്കെ കത്തിച്ചുകൊണ്ട് നല്ല വിജാത്തിയാണ് കേട്ടോ. 70-80 എന്തോ വിലയേ ഉള്ളൂ. നല്ല കത്തിയാണ്. പിന്നെ ചട്ടുകത്തിന് 35 അത്രയേ ഉള്ളൂ. പിന്നെ കുഞ്ഞിക്കപ്പ് ഇത് അരിയുന്ന പാത്രം എടുത്ത് അത് അവിടെ ഇങ്ങനെ വെച്ച് അത് കഴിഞ്ഞിട്ട് മോൻ പറഞ്ഞ് നമുക്ക് അരിഞ്ഞ് നോക്കാം എങ്ങനെയുണ്ട്. നല്ല മൂർച്ചയാണ്, അരിയാൻ പറ്റുന്നത്. നല്ല മൂർച്ചയാണ്. പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. അപ്പം പച്ചക്കറി സാമ്പാറൊക്കെ വെക്കണം. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇന്നില്ല. കൈ മാറ്റിക്കോ. അത് 2 ആക്ക്.